ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നല്ലേ സൺഡേക്കല്ലേ അപ്പോൾ ഒരു ചായ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിക്കും, പുറത്ത് പോയിട്ടാ. അപ്പോൾ രജനി ചേച്ചിനെ കൂട്ടിയിട്ട് പോവാണ്. എൻ്റെ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു ഗൈസ്, ആ രജനി ചേച്ചിനെ ഒന്ന് കാണിക്കുമെന്ന്. ഇതാണ് ആ രജനി ചേച്ചി കേട്ടോ. കണ്ടാൽ ലുക്കില്ല എന്നുള്ളൂ, പക്ഷെ ആളൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ഓക്കെ, ഇതാ ഞങ്ങളിതാ ഇവിടെ റോഡിലേക്ക് കയറിയിട്ടെ. ഞങ്ങൾ ഒരുങ്ങളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഞങ്ങൾ സ്റ്റാൻഡേർഡിൽ പോവാണെന്ന്. പക്ഷേ സ്റ്റാൻഡേർഡിൽ അവിടെ അടുത്ത് പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അയാളടുത്തൊക്കെ പോയി വിലയൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. അവിടെ വിലയൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷേ ആൾ നാട്ടിൽ പോയതാണ്. ഞങ്ങൾക്ക് പിന്നെ നാട് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് എവിടെ പോകാൻ ആർക്കും വേണ്ട ഗൈസ്, എല്ലാവരും ഒഴിവാക്കി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. നല്ല പൂവല്ലേ? ഈ പൂവ് നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുക എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ കൂടെ ഞങ്ങൾക്ക് വൈറലാവണം. പറയണോ ഞാൻ ആലോചിക്കണം. ഞങ്ങൾ സേമിയം അട അങ്ങനെ എന്തെങ്കിലും പറയുന്നത്. പിന്നെ അതുപോലെ കായപ്പം, ഞങ്ങളുടെ നാട്ടിൽ അതിന് കായപ്പം എന്ന് പറയാം, ഉണ്ട സാധനം ഉണ്ടല്ലോ. പിന്നെ അത് വാങ്ങി ഗുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ എന്താ പറയുക, കായപ്പം എന്നാണ് പറയുക. നമ്മളിവിടെ ബോണ്ട പറയുന്ന മസാല കുറച്ച് സാധനമല്ലേ, ഇതാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ച് പിന്നെ അതാ രജനേച്ച് കുറച്ച് നെല്ലിക്കും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കാനുള്ളതാണ് കേട്ടോ. ആരോഗ്യം ഇവരുടെ കയ്യിലാണ് ഗായ്. എന്തൊക്കെയാണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? സൺഡേ ഒക്കെ എല്ലാവരും ആഘോഷിച്ചോ? ഇന്നു ഞങ്ങൾ വെക്കട്ടെ, കല്ലെറിയരുത്.